കെ സുധാകരന് പിൻഗാമിയായി KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA നിയമിച്ചിരിക്കുകയാണ്. MM ഹസന് പകരമായി അടൂർ പ്രകാശ് MPയെയും UDF കൺവീനറായും നിയമിച്ചിട്ടുണ്ട്. സ്ഥാനമൊഴിയുന്ന കെ സുധാകരന് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവാക്കി. PC വിഷ്ണുദാസ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരാണ് KPCCയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ. പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെ പേര് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവസാന നിമിഷം വരെ പരിഗണിച്ചിരുന്നെങ്കിലും കെ സുധാകരനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സുധാകരന്റെ അടുത്ത അനുയായിയായ സണ്ണി ജോസഫിനെ നിയമിച്ചത്. 2011 മുതൽ പേരാവൂർ MLA ആയ സണ്ണി ജോസഫ് നിലവിൽ UDF കണ്ണൂർ ജില്ലാ ചെയർമാനാണ്. കൊടിക്കുന്നിൽ സുരേഷ്, TN പ്രതാപൻ, T സിദ്ദിഖ് എന്നിവരായിരുന്നു നിലവിൽ വർക്കിംഗ് പ്രസിഡന്റുമാർ. കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള അകൽച്ച സംഘടനാ സംവിധാനത്തെ നിശ്ചലമാക്കുന്നെന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട്. പ്രധാന വിഷയങ്ങളിൽ പോലും കൂട്ടായ ചർച്ചയിലൂടെ പൊതു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് KPCC പ്രസിഡന്റിനെ മാറ്റിയത്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് പ്രസിഡന്റ് വേണമെന്ന അഭിപ്രായത്തിനായിരുന്നു കേരളത്തിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ ആശയവിനിമയത്തിൽ മേൽക്കൈ. AK ആന്റണി സജീവ നേതൃത്വത്തിൽ നിന്ന് പിന്മാറുകയും ഉമ്മൻചാണ്ടി അന്തരിക്കുകയും ചെയ്തതിനു ശേഷം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് മുൻനിര നേതാക്കളില്ലെന്നത് പോരായ്മയാണെന്നാണ് വിലയിരുത്തൽ. ക്രൈസ്തവ വോട്ടുകൾ നേരിയതായെങ്കിലും BJPയിലേക്ക് ചായുന്നെന്ന ചിന്തയുമുണ്ട്. സുധാകരനെ മാറ്റുമ്പോൾ ഈഴവ വിഭാഗത്തിൽ നിന്നുണ്ടാകാവുന്ന എതിർപ്പും കണക്കിലെടുത്തു. അതുകൊണ്ടാണ് ഈഴവ വിഭാഗത്തിൽ നിന്ന് പരിഗണിക്കപ്പെട്ട അടൂർ പ്രകാശിന് UDF കൺവീനർ സ്ഥാനം നൽകിയത്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.